വയനാട്ടിലെ ദുരന്ത മേഖലയിലെ തെരച്ചിൽ തുടരുകയാണ്. വിദഗ്ധ സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നു. അതേസമയം ചൂരൽമലയിൽ കനത്ത മഴയെ തുടർന്ന് തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവെച്ചു. സ്വാലിഹുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സ്വാലിഹ്, നിലവിൽ ചൂരൽമലയിൽ തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവെച്ചുവെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നത്തെ തിരച്ചിലുമായി സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ എങ്ങനെ? തെരച്ചിൽ പൂർണ്ണമായും 3 മണിയോടെ നിർത്തിവെച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ശക്തമായ മഴയായിരുന്നു മേഖലയിൽ. മഴ കനത്തതോടെ സംഘം മുകളിലെല്ലാം തെരച്ചിൽ നടത്തിയിരുന്ന സംഘം മുണ്ടക്കൈ പുഞ്ചിരിമട്ടം ഭാഗങ്ങളിൽ തെരച്ചിൽ നടത്തിയിരുന്ന സംഘം മടങ്ങിപ്പോന്നു. ഇതിനിടെയാണ് പശു ഒഴുക്കിൽപ്പെട്ടത്. ചൂരൽമലയിൽ ഈ പുഴ കുറുകെ കടക്കുന്നതിനിടെ അപ്രതീക്ഷിതമായി കുത്തൊഴുക്കുണ്ടാവുകയായിരുന്നു. രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ച് മടങ്ങിയെത്തിയ NDRF സംഘം ഇത് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ഈ പുഴയുടെ മറുകരയിൽ. ഉടൻ തന്നെ ശക്തമായ കുത്തൊഴുക്കിനെ മറികടന്ന് ഇതിനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ഏതാണ്ട് 15 മിനിറ്റ് നീണ്ട ശ്രമത്തിനൊടുവിൽ ഈ പശുവിനെ കരയ്ക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിന് ആരോഗ്യത്തോടെ തന്നെ അതിന് ജീവൻ നഷ്ടപ്പെടാതെ പുറത്തെത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇന്നത്തെ തിരച്ചിലിൽ ഒരു മൃതദേഹവും അതോടൊപ്പം തന്നെ ഒരു മൃതദേഹത്തിന്റെ ഭാഗവും കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ചാലിയാർ മേഖലയിൽ നിന്നാണ് കണ്ടെടുത്തത്. ഇതുവരെ ചാലിയാറിൽ നിന്ന് മാത്രം 80 മൃതദേഹങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. ഇതിൽ 1 പുരുഷന്മാരും 32 സ്ത്രീകളും 3 ആൺകുട്ടികളും 4 പെൺകുട്ടികളുമാണ്. 172 മൃതദേഹങ്ങളുടെ ഭാഗങ്ങളും അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഏതാണ്ട് 235 എണ്ണവും വയനാട്ടിലേക്ക് കൊണ്ടുവന്നു. 7 എണ്ണം DNA ടെസ്റ്റിന് നൽകിയിട്ടുണ്ട്. ഈ പരിശോധനാ ഫലം അടുത്ത ദിവസം തന്നെ പുറത്തു വരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. കൂടുതൽ പേരുടെ DNA പരിശോധനാ ഫലം കൂടെ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഉണ്ടാവുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ശരി, സ്വാലിഹാണ് വിശദാംശങ്ങൾ നൽകിയത്. ചൂരൽമലയിൽ കനത്ത മഴയെ തുടർന്ന് ഇന്നത്തെ തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവെച്ചു. ഒപ്പം തന്നെ ചൂരൽമലയിൽ ഒഴുക്കിൽപ്പെട്ടുപോയ ഒരു പശുവിനെ അധികൃതർ NDRF സംഘം രക്ഷപ്പെടുത്തുകയുണ്ടായി. വിശദാംശങ്ങളാണ് സ്വാലിഹ് നൽകിയത്.